തെളിച്ചമേകാൻ പൊൻപുലർക്കാലം വെളിച്ചമാകുമ്പോ നുറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടുമ്പോ വരുന്നു ദൈവം മനസ്സിനുള്ളിൽ തിളക്കമേകിടാൻ തരുന്നു ധ്യാന പ്രകാശമാർക്കും വിളക്ക് വയ്ക്കുമ്പോൾ നുറുങ്ങുവെട്ടം ഇറങ്ങിടട്ടെ ഹൃദന്തമെല്ലാം യുഗപ്രകാശത്താൽ മറഞ്ഞിടട്ടെ മനാന്ധകാരം യുഗപ്രസാദത്താൽ നുറുങ്ങുവെട്ടം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ദൈവത്തിൻ്റെ ശക്തമായ ഇടപെടലുകൾ പ്രതിസന്ധികളിൽ പ്രതികൂലങ്ങളിലൊക്കെ അനുഭവിച്ചവരാണ് നമ്മളൊക്കെ. ഒരിക്കൽ ശിഷ്യന്മാർ ഈശോയുമൊത്ത് വഞ്ചിയിൽ യാത്ര ചെയ്യുമ്പോൾ ശക്തമായ കൊടുങ്കാറ്റടിച്ച് വഞ്ചി മുങ്ങാൻ പോകുന്ന സമയത്ത് അവരാൽ കഴിയുന്ന വിധം അവരെല്ലാവരും കിടന്ന് കഷ്ടപ്പെടുന്നുണ്ട്. അവസാനം വഞ്ചി മുങ്ങാറായ സമയത്ത് അമരത്ത് അവിടെ കിടന്നുറങ്ങുന്ന ഈശോയെ അവർ വിളിച്ചുണർത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, കർത്താവ് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ വഞ്ചിയുടെ അമരത്തിൽ, നമ്മുടെ വീടിൻ്റെ, കുടുംബത്തിൻ്റെ, ജീവിതത്തിൻ്റെ, ജോലിയുടെ സകലത്തിൻ്റെയും അരികത്ത് കിടന്ന് ഉറങ്ങുന്നുണ്ട്. അവിടെ നിന്ന് കൂടെയുണ്ട്. നമ്മൾ ചെയ്യേണ്ട ഒറ്റ കാര്യമുള്ളൂ, കർത്താവിനെ വിളിച്ച് എഴുന്നേൽപ്പിക്കുക, കർത്താവിനെ വിളിച്ച് ഇടപെടുത്തുക. അവിടെ ദൈവം എഴുന്നേൽക്കും. അവിടുന്ന് കടലിനെ ശാന്തമാക്കി, കാറ്റിനെ ശാന്തമാക്കി. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കേണ്ട ഒരു വലിയ യാഥാർത്ഥ്യമാണ് ദൈവം ഇടപെടുന്ന ഒരു ജീവിതമാക്കി മാറ്റണം. ഏത് ജീവിതമാണെങ്കിലും, ഇപ്പോൾ കുടുംബജീവിതത്തിൽ, പൗരോഹിത്യ ജീവിതത്തിൽ, പഠന മേഖലയിൽ, ജോലി മേഖലയിൽ, ബിസിനസ് മേഖലയിലൊക്കെ ദൈവം ഇടപെട്ടിരിക്കുന്നു. ആ ഒരു ഉറപ്പുണ്ടെങ്കിൽ ഏത് പ്രതികൂലങ്ങളും ഏത് പ്രതിസന്ധികളും, പിന്നെ ഒരു കാര്യം ഓർക്കണം, പ്രതികൂലങ്ങളില്ലാത്ത, പ്രതിസന്ധികളില്ലാത്ത, എതിർപ്പുകളില്ലാത്ത, തടസ്സമില്ലാത്ത ഒരു ജീവിതം ഇല്ല നമുക്ക്. നമ്മുടെ കഴിവ് കൊണ്ട്, നമ്മുടെ ശക്തി കൊണ്ട് അതിനെ അതിജീവിക്കാൻ നമുക്ക് കഴിഞ്ഞെന്ന് വരില്ലെന്നല്ല, കഴിയുകയില്ല. അവിടെ കർത്താവ് എഴുന്നേൽക്കണം. എല്ലാത്തിനുമേൽ അധികാരമുള്ള കർത്താവ് കാറ്റിനെ ശാസിച്ചപ്പോൾ, കടലിനെ ശാസിച്ചപ്പോൾ കാറ്റ് അടങ്ങി, കടൽ ശാന്തമായി. ശിഷ്യന്മാർ പറയുക, ഇവൻ ആര്? കാറ്റും കടലും പോലും ഇവനെ അനുസരിക്കുന്നല്ലോ. ഇത് നമ്മൾ കണ്ടെത്തണം. എൻ്റെ കർത്താവ് എല്ലാത്തിൻ്റെയും മേൽ അധികാരമുള്ളവനാണ്. ആ കർത്താവ് എൻ്റെ കൂടെയുണ്ട്. ആ കർത്താവ് ഞാൻ വിളിച്ചാൽ എഴുന്നേൽക്കും. കർത്താവ് എൻ്റെ എതിരെ നിൽക്കുന്നതിനെ ശാന്തമാക്കും, അടക്കും. ആ ശക്തനായ കർത്താവ് എൻ്റെ കൂടെയുണ്ട്. തമ്പുരാനെ വിളിച്ച് നമ്മുടെ ജീവിതത്തിൽ ഇടപെടുത്തിക്കൊണ്ട് ജീവിതത്തെ കർമ്മപ്പെടുത്തുവാൻ നമുക്കും നമ്മുടെ കുടുംബത്തിനും ഇടയാകട്ടെ. അതിനുവേണ്ടി നമുക്ക് തമ്പുരാനെ വിളിക്കാം, പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.